കിഡ്നാപ്പർ കാണുവാനായിട്ട് എങ്ങനെ ഉണ്ടാകുമെന്നതിന്റെ ഡീറ്റെയിൽസ് എല്ലാം തന്നെ ഇപ്പോൾ ചാനലിന്റെ അടുത്തേക്ക് സയോണും ഏൽപ്പിച്ചിട്ടുണ്ട്. ഹീജും റൂമിൽ നിന്നും വെളിയിൽ ഇറങ്ങുമ്പോഴത്തേക്കും അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് പേഷ്യൻസ് ഒക്കെ ഒന്നിച്ചിരുന്നു കൊണ്ട് ടി വി ഒക്കെ കാണുന്നതാണ് അവൾ ശ്രദ്ധിക്കുന്നത്. ടി വിയിലെ ഡ്രാമയിലെ മെയിൻ ലീഡ് ഫീമെയിൽ ലീഡിനെ ചതിക്കുന്ന ഒരു സീനൊക്കെ ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. അതൊക്കെ കണ്ടിട്ട് പേഷ്യൻസ് പല രീതിയിൽ റിയാക്ട് ചെയ്യുമ്പോഴത്തേക്കും അവളും സയോണെ കുറിച്ചൊക്കെ ഓർത്തു പോവുകയാണ്. അതായത് കോൾ ചെയ്ത സമയത്ത് സയോണും വിവാഹമൊക്കെ കഴിഞ്ഞൊരു വ്യക്തിയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കണമെന്നൊക്കെ ഹീജു പറഞ്ഞപ്പോഴത്തേക്കും ഹീജു ഇപ്പോൾ ഉറങ്ങിക്കാണും. അതുകൊണ്ട് തന്നെ നമുക്ക് സംസാരിക്കാവുന്ന രീതിക്കൊക്കെ ആയിരുന്നല്ലോ സയോണും മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ഹീജുവും അതിന്റെ ഷോക്കിലൊക്കെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ യൂറിയുടെ ന്യൂസ് ഒക്കെ കാണിക്കുന്നു. ന്യൂസിൽ പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സയോണ് കുറെ ദിവസങ്ങളായിട്ട് ഭീഷണിയൊക്കെ വരാറുണ്ടായിരുന്നു. മാത്രല്ല നേരത്തെ ഒരാള് മലയുടെ മുകളിൽ നിന്നും താഴേക്ക് വീണു എന്നൊക്കെ എല്ലാവരും തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അതിന്റെ വിക്ടിമായിട്ടുണ്ടായിരുന്നത് സയോൺ തന്നെ ആയിരുന്നു. പക്ഷെ സയോണും ഒരു ആക്സിഡന്റ് സംഭവിച്ചതായിരുന്നില്ല, മറിച്ച് ആരോ ഒരാൾ അവനെ തള്ളിയിട്ടതായിരുന്നു. പക്ഷെ അവനും അയാളുടെ മുഖം കണ്ടിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ഇത് അച്ഛനെതിരായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഒരു പൊളിറ്റിക്കൽ അറ്റാക്ക് ആയിട്ട് അവന് തോന്നുന്നില്ല. പിന്നെ അവന്റെ തന്നെ സേഫ്റ്റിയാണ് ഇപ്പോൾ അവൻ നോക്കുന്നത്. അതുകൊണ്ട് തന്നെ പോലീസിനെ ഈ ഒരു കാര്യമൊക്കെ അന്വേഷിക്കാനായിട്ട് ഏൽപ്പിച്ചിട്ടുണ്ട്. മാത്രല്ല അവരും ഇപ്പോൾ ഒരു സ്കെച്ചൊക്കെ തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. ഈ ഒരു വ്യക്തി തന്നെയാണ് സയോന്റെ ഓഫീസിലും ബോംബൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതൊക്കെ കാണുന്ന ഹീജുവും നേരത്തെ സയോന്റെ അടുത്ത് അയാളെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഓർക്കുകയാണ്. ഹീജു എന്തൊക്കെ കാര്യങ്ങളായിരുന്നു കിഡ്നാപ്പറെ കുറിച്ച് സയോന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സയോണും ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ യൂറിയുടെ അടുത്ത് പറഞ്ഞ് അത് ടി വിയിൽ കാണിക്കുകയാണ്. അയാളുടെ പൊക്കവും ഏകദേശമുള്ള അയാളുടെ പ്രായവും പിന്നെ അയാളുടെ രണ്ട് കണ്ണിന്റെയും കളറുകൾ തമ്മിൽ വ്യത്യാസം ഉണ്ടായിരുന്നു എന്നുമൊക്കെ ടി വിയിലും കാണിക്കുന്നു. ഇയാൾക്ക് ആങ്കർ മാനേജ്മെന്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ളതാണ്. മാത്രമല്ല ഹാക്കിങ് ചെയ്തതായിട്ടും അതുപോലെ തന്നെ ബോംബ് ഉണ്ടാക്കിയതായിട്ടും പിന്നെ തീപിടുത്തമൊക്കെ ഉണ്ടാക്കിയതായിട്ടും ഒക്കെ തന്നെ ഇയാളുടെ പേരിലുള്ള കുറ്റകൃത്യങ്ങളായിട്ടൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി പോലീസും സയോണും ചോദ്യം ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരാൾ ഭീഷണിപ്പെടുത്തുവാനായിട്ട് തുടങ്ങിയ ആ സമയത്ത് തന്നെ ഞങ്ങളെ കാര്യങ്ങളൊന്നും തന്നെ അറിയിക്കാതിരുന്നതെന്ന് പോലീസ് ചോദിക്കുമ്പോഴത്തേക്കും ആദ്യം കാര്യം ഞാൻ തന്നെ ഡീൽ ചെയ്തോളാം എന്നായിരുന്നു കരുതിയിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്റെ കൺട്രോളിൽ നിൽക്കാതെയൊക്കെ ആയപ്പോഴത്തേക്കും ആയിരുന്നു ഞാൻ നിങ്ങളെ സമീപിച്ചിട്ടുണ്ടായിരുന്നെന്നൊക്കെ സയോണും മറുപടി കൊടുക്കുന്നു. നിന്റെ അടുത്ത് ശത്രുതയുള്ള ആരെങ്കിലും നിന്റെ അറിവിൽ ഉണ്ടോ എന്ന് പോലീസ് ചോദിക്കുമ്പോഴത്തേക്കും അതാരാണെങ്കിലും എന്നെ തന്നെ ലക്ഷ്യമാക്കിയിട്ടായിരുന്നു അയാൾ പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അതായത് എന്റെ പേഴ്സണൽ ഓഫീസ് എവിടെയാണെന്ന് അധികം ആർക്കും തന്നെ അറിയിക്കില്ല. പക്ഷെ അയാൾ അത് മനസ്സിലാക്കി. മാത്രല്ല ഞാൻ കമ്പനിയുടെ പ്രോഗ്രാമൊക്കെ എവിടെയാണ് വെക്കുവാനായിട്ട് തീരുമാനിച്ചതെന്നും അധികം ആർക്കും തന്നെ അറിയിക്കുകയുണ്ടായിരുന്നില്ല. എന്നിട്ടും അതൊക്കെ മനസ്സിലാക്കി അവൻ അവിടെ എത്തിയിട്ടായിരുന്നല്ലോ ഇതുപോലെ മലയുടെ മുകളിൽ നിന്നും താഴേക്കൊക്കെ തള്ളിയിടുവാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. എന്റെ ഫാമിലിക്ക് മാത്രം അറിയാവുന്ന പല കാര്യങ്ങളും അവൻ അറിയാം. അതുകൊണ്ട് തന്നെ ആരോ ഒരാൾ അവൻ ഇൻഫോർമേഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ട് എന്ന കാര്യം കൂടി സവൺ ഉറപ്പിച്ച് പറയുകയാണ്. അതായത് ഒരു തവണ വീഡിയോ കോൾ ഒക്കെ ചെയ്ത സമയത്ത് അവനും ഞങ്ങളുടെ അതേ ലക്ഷ്യമാണ് നിനക്കും ഉള്ളതെന്ന് ഹീജുവിന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ എന്ന വാക്കൊക്കെ ഉപയോഗിച്ചത് കൊണ്ട് തന്നെ അയാൾ ഒറ്റയ്ക്കല്ല എന്ന കാര്യം ഹീജുവും ഉറപ്പിച്ചിട്ടായിരുന്നു സയോൺ ഈ ഒരു കാര്യം എല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ സയോണും ഇവൻ ഒറ്റയ്ക്കല്ല, മറിച്ച് ഇവന്റെ കൂടെ ആരോ ഒരാൾ കൂടിയുണ്ട്. സോ നമ്മൾക്ക് ഇവരെ രണ്ടുപേരെയും കൂടെ ഒന്നിച്ചാണ് പിടിക്കേണ്ടതെന്നൊക്കെ പോലീസിനെയും അറിയിക്കുന്നു. ഈ ഒരു കിഡ്നാപ്പറെ കുറിച്ചുള്ള ആർട്ടിക്കിളൊക്കെ സംഘുവിന്റെ ശ്രദ്ധയിലും പെടുകയാണ്. അതിൽ എഴുതിയിട്ടുണ്ടായിരുന്ന രണ്ട് വ്യത്യസ്തമായിട്ടുള്ള കണ്ണിന്റെ നിറമായിരുന്നു അവൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി മറ്റൊരു വ്യക്തിനെ കൂടി കാണിക്കുകയാണ്. അയാളും ഒരു ഫിഷ് കടയൊക്കെ ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അയാളും ഈ ഒരു വാർത്തയൊക്കെ കണ്ട് ആകെ ഷോക്ഡ് ആയിട്ടിരിക്കുന്നു. സയോണും ഇപ്പോൾ പോലീസിന്റെ അടുത്തും ചാനലിന്റെ അടുത്തും കാര്യങ്ങളെല്ലാം തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ടല്ലോ. അത് സയോണിന്റെ അച്ഛൻ അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നൊന്നുമില്ല. അതുകൊണ്ട് തന്നെ അച്ഛൻ അവന്റെ അടുത്ത് വളരെയധികം ദേഷ്യപ്പെടുകയാണ്. അതായത് ഇതൊരു പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഇഷ്യൂ ആണെന്ന് പറയുകയായിരുന്നെങ്കിൽ അച്ഛന് കൂടുതൽ വോട്ടൊക്കെ കിട്ടുമായിരുന്നല്ലോ. അച്ഛനും അത് തന്നെ ഉദ്ദേശിച്ചാണ് ചാനലിലൊക്കെ വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോൾ സയോണും അതെല്ലാം തന്നെ മാറ്റി പറഞ്ഞതിന്റെ ദേഷ്യമാണ് അച്ഛനുള്ളതും. ഈ ഒരു സംഭവമൊക്കെ നടന്നിട്ട് ഇത്രയും ദിവസമായിട്ട് നീ എന്തുകൊണ്ടാണ് ഈ ഒരു കാര്യം ഞങ്ങളെ അറിയിക്കാതിരുന്നതെന്ന് അമ്മ ചോദിക്കുമ്പോഴത്തേക്കും ആദ്യം ഭീഷണി വന്നിട്ടുണ്ടായിരുന്നത് എനിക്കായിരുന്നില്ല, മറിച്ച് ഹീജുവനായിരുന്നു. ഹീജുവും ഞാനും വിവാഹം കഴിച്ച കാര്യം നമ്മുടെ ഫാമിലിയിലുള്ള ആൾക്കാർക്ക് മാത്രമല്ലേ അറിയിക്കുള്ളൂ. പക്ഷെ അയാൾക്ക് കൂടി ഈ ഒരു രഹസ്യമൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് നിങ്ങളെ പോലും സംശയം ഉണ്ടായിരുന്നു എന്നൊക്കെ സവണും തുറന്നു പറയുന്നു. ഹീജും വളരെ സേഫ് ആയിട്ട് നിൽക്കണമെന്ന് എനിക്ക് നിർബന്ധമായിരുന്നു. അതുകൊണ്ടാണ് എന്റെ കൂടെ അവളെ നിർത്തുവാനായിട്ട് ഞാൻ തീരുമാനിച്ചത്. അങ്ങനെയാണ് അവൾക്ക് ഞാൻ ജോലിയും മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവനും പറയുന്നു. നിലവിൽ എന്റെ വിവാഹത്തെക്കുറിച്ചുള്ള രഹസ്യമൊക്കെ അവൻ അറിയാമെന്ന് മാത്രമേ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൂ. പക്ഷേ നമ്മുടെ ഫാമിലിനെ കുറിച്ച് ഒരുപാട് രഹസ്യങ്ങളൊക്കെ ഇല്ലേ, അതുകൊണ്ട് തന്നെ മറ്റേതെങ്കിലും രഹസ്യമൊക്കെ അവൻ അറിയാമോ എന്ന കാര്യം എനിക്ക് അറിയിക്കയില്ല എന്നും കൂടി സവണ് പറയുന്നുണ്ട്. പക്ഷെ കൂട്ടത്തിലുള്ള ഒരു ശത്രുവിന്റെ മുഖമൊക്കെ ഓർക്കുവാനായിട്ട് നോക്കുന്ന അച്ഛനും
നേരെ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് ഹീജുവിന്റെ അച്ഛന്റെ മുഖമൊക്കെ ആയിരുന്നു. ഹീജുവിന്റെ അച്ഛൻ എന്ന് പറയുന്നത് വളർത്തച്ഛന്റെ കാര്യമാണ് കേട്ടോ. അയാളും എന്റെ കൂടെ നിന്നിട്ട് എന്റെ എതിർ സ്ഥാനാർത്ഥിനെയൊക്കെ ആയിരിക്കും സപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും ഇതുപോലെ എന്നെ തളർത്തുവാനായിട്ട് ആൾ നോക്കുന്നതെന്നൊക്കെ അച്ഛനെ സംശയിക്കുന്നു. ഇപ്പോൾ കിഡ്നാപ്പർ ന്യൂസ് ഒക്കെ കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കിഡ്നാപ്പറും ബോസിന് മെസ്സേജ് അയക്കുന്നു. നീ അല്ലായിരുന്നോ ശരിക്കും അവളെ തള്ളിയിട്ടിട്ടുണ്ടായിരുന്നത്? പക്ഷെ ഇപ്പോൾ ചാനലിലെല്ലാം തന്നെ കാണിക്കുന്നത് എന്റെ ഫേസ് ആണ്. ശരിക്കും നിനക്ക് ദേഷ്യമുള്ളത് സയോന്റെ അടുത്തല്ലേ? പിന്നെ എന്തിനാണ് ഹീജുനെ നീ ഉപദ്രവിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ ചോദിക്കുമ്പോഴത്തേക്കും ഹീജുന് സയോനെ ഡിവോഴ്സ് ചെയ്യുവാനായിട്ട് താല്പര്യം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട ഒന്ന് നഷ്ടപ്പെടുമ്പോഴത്തേക്കും എങ്ങനെയാണ് ഫീൽ ചെയ്യുക എന്നൊക്കെ സയോണ് മനസ്സിലാക്കി കൊടുക്കുവാനായിട്ടായിരുന്നു താനും ഹീജുനെ തള്ളിയിട്ടിട്ടുണ്ടായിരുന്ന എന്നൊരു മറുപടിയൊക്കെയാണ് ബോസും കൊടുക്കുന്നത്. പക്ഷെ ബോസ് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഹീജു മരിച്ചുമില്ല, മറിച്ച് എന്റെ ഫേസ് ഒക്കെ റിവീൽ ആവുകയും ചെയ്തു. ഇനി ഞാൻ എന്താണ് ചെയ്യുക, എങ്ങനെയാണ് വെളിയിലേക്ക് ഇറങ്ങി നടക്കുക എന്നൊക്കെ അവനും ബോസിന്റെ അടുത്ത് ചോദിക്കുകയാണ്. പക്ഷെ ഇതൊന്നും തന്നെ ബോസിന് അറിയേണ്ട യാതൊരു വിധത്തിലുള്ള ആവശ്യവും ഉണ്ടായിരുന്നില്ല. ബോസിനും എങ്ങനെയെങ്കിലും ആ ഒരു ഫോണൊക്കെ തിരിച്ചു കിട്ടിയാൽ മാത്രം മതിയായിരുന്നു. അതുകൊണ്ട് തന്നെ കിഡ്നാപ്പറുടെ അടുത്തും എത്രയും വേഗം ആ ഒരു ഫോണൊക്കെ തിരികെ കൊണ്ടുവരുവാനായിട്ടും അയാൾ ആവശ്യപ്പെടുന്നു. കിഡ്നാപ്പറെ കുറിച്ചുള്ള കാര്യങ്ങളൊന്നും തന്നെ നീ എന്തുകൊണ്ടായിരുന്നു എന്നെ അറിയിക്കാതിരുന്നതെന്ന് ഹീജുന്റെ അച്ഛൻ ചോദിക്കുമ്പോഴത്തേക്കും ഹീജുന്റെ അച്ഛനെ പോലും താൻ സംശയിച്ചിട്ടുണ്ടായിരുന്നു എന്നൊക്കെ സവണൻ തുറന്നു പറയുന്നു. അച്ഛനും ഒന്നും കൂടി ഒന്ന് ആലോചിച്ചൊക്കെ നോക്കിയപ്പോഴത്തേക്കും യഥാർത്ഥത്തിൽ ഒരു കുട്ടീനെ പോലെ പെരുമാറുകയായിരുന്നില്ല സവൺ ചെയ്തിട്ടുണ്ടായിരുന്നെന്ന സത്യമൊക്കെ അച്ഛനും മനസ്സിലാക്കുകയാണ്. അതായത് ഇപ്പോൾ ഇങ്ങനെ ഒരു ഇഷ്യൂ ഒക്കെ അവൻ പബ്ലിക്കായിട്ടൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത് കൊണ്ട് തന്നെ എല്ലാവരും സയോണിനെ കുറിച്ചൊക്കെയാണ് ചിന്തിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ ഇതെല്ലാം തന്നെ പബ്ലിക് ആക്കിയതിന് പിന്നിൽ അവന് മറ്റെന്തോ ഒരു ലക്ഷ്യമുണ്ട്. അവൻ എന്തോ ഒന്ന് ഒളിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ്. അല്ലെങ്കിൽ എന്തോ ഒന്നിനെ രക്ഷപ്പെടുത്തുവാനായിട്ടാണ് അവന് ശ്രമിക്കുന്നതെന്നൊക്കെ അച്ഛനും പറയുകയാണ്. യഥാർത്ഥത്തിൽ എല്ലാവരും തന്നെ ഈ ഒരു നിമിഷത്തിൽ ഹീജുനെ കുറിച്ചാണ് സംസാരിക്കേണ്ടത്. പക്ഷെ ഹീജുനെ കുറിച്ച് ഒന്നും തന്നെ തുറന്നു പറയാതെ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ നേരിട്ട് ഡീൽ ചെയ്തിട്ടുണ്ടായിരുന്നത് സയോൺ ആയിരുന്നല്ലോ. സോ സയോൺ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഹീജുനെ തന്നെയാണ്. ഹീജും ആർട്ടിക്കിളൊക്കെ വായിച്ചു നോക്കുന്ന കൂട്ടത്തില് താഴെ വന്ന കമന്റ്സ് ഒക്കെ നോക്കുമ്പോഴത്തേക്കും ഇത്രയും നാളെ സൗണ്ട് ഉണ്ടാക്കി വെച്ച ഇമേജ് എല്ലാം തന്നെ പോകുന്ന രീതിക്കുള്ള കമന്റ്സ് ഒക്കെ ആയിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഹീജുനും കിഡ്നാപ്പറുടെ അടുത്തു നിന്നും ഒരു കോൾ വരുന്നു. അവളും ഫോൺ എടുക്കാതിരിക്കുമ്പോഴത്തേക്കും അയാൾ മെസ്സേജ് അയക്കുകയാണ്. നീയല്ലേ സയോണിന്റെ അടുത്ത് എന്നെ കണ്ടാൽ എങ്ങനെ ഇരിക്കും എന്നൊക്കെ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, നിന്നെ തള്ളിയിട്ടത് ഞാൻ ആയിരുന്നില്ല. അതുകൂടാതെ നീ ഇപ്പോൾ ഞങ്ങളുടെ ടീമിലില്ല. അതുകൊണ്ട് തന്നെ നീയും ഞങ്ങളുടെ ഫോണൊക്കെ തിരിച്ചു നൽകണം. ഞാനും നിന്നെ കാണുവാനായിട്ട് വരികയാണ്, ഡോറൊക്കെ തുറക്കുക എന്ന് പറഞ്ഞിട്ട് അവനും മെസ്സേജ് ഒക്കെ അയക്കുമ്പോഴത്തേക്കും അവനും റൂമിന് വെളിയിൽ ഉണ്ടാകുമെന്നൊക്കെ ഹീജുവും ഓർക്കുന്നു. പെട്ടെന്ന് ഡോറൊക്കെ തുറന്നു വരുന്ന ശബ്ദം കേൾക്കുന്ന ഹീജുവും പെട്ടെന്ന് തന്നെ ഓടിപ്പോയിട്ട് ഡോറൊക്കെ ലോക്ക് ചെയ്യുകയാണ്. ആരോ ഒരാൾ ബലമായിട്ട് വാതിലൊക്കെ തുറക്കുവാനായിട്ട് ശ്രമിക്കുന്നത് കേട്ടിട്ടുണ്ടായിരുന്ന അവളും ആകെ പേടിച്ചൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് സയോണും അവളുടെ പേരൊക്കെ വിളിക്കുന്നത്. അപ്പോഴാണ് അവളും ഒന്ന് സമാധാനിക്കുന്നത് പോലും. ശരിക്കും വെളിയിൽ ഉണ്ടായിരുന്നത് സയോൺ തന്നെ ആയിരുന്നു. സോ സയോണും ഇപ്പോൾ ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് കയറി വരുമ്പോഴത്തേക്കും പേടിച്ചിരുന്ന അവളും അവനെ കെട്ടിപ്പിടിക്കുന്നു. ആ ഒരു സീനോട് കൂടി ഈ ഒരു വീഡിയോ അവസാനിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.